ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുക. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുൻപ് പ്രതികളെ ശബരിമലയിൽ എത്തിച്ച് തെളിവെടുക്കുവാനുള്ള നീക്കത്തിലാണ് SIT. നിലവിൽ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ എന്നിവരെ പ്രത്യേകം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത്. മൂവരും നേരത്തെ നൽകിയ മൊഴികളിലെ പൊരുത്തക്കേടുകൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഇവയിൽ വ്യക്തത തേടാനും ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട കൂടുതൽ പേരുടെ വിവരങ്ങൾ ശേഖരിക്കാനുമാണ് SIT നീക്കം. ഇതിനൊപ്പമാണ് 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. നേരത്തെ തന്നെ കസ്റ്റഡിയിലുള്ള 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പവും വെവ്വേറെയും ഇരുത്തിയായിരിക്കും ചോദ്യം ചെയ്യൽ. ആവശ്യമെങ്കിൽ പ്രതിപട്ടികയിലുള്ള കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുക്കാനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. ഇതിനിടെ മണ്ഡലകാലം തുടങ്ങും മുൻപ് പ്രതികളെ സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും ആലോചനയുണ്ട്. സ്വർണം ഉരുക്കിമാറ്റിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും വിൽപ്പന നടത്തിയ കർണാടകയിലെ ബെല്ലാരിയിലും പ്രതികളെ എത്തിച്ച് നേരത്തെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. എന്നാൽ ശബരിമലയിൽ ഇതുവരെ തെളിവെടുപ്പ് നടത്താനായിട്ടില്ല. മണ്ഡലകാലത്തിന്റെ തിരക്കുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ആലോചന. ഇന്നലെയാണ് മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും റാന്നി മജിസ്ട്രേറ്റ് കോടതി SIT കസ്റ്റഡിയിൽ വിട്ടത്. മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി തിങ്കളാഴ്ചയും സുധീഷ് കുമാറിന്റെ കസ്റ്റഡി കാലാവധി ബുധനാഴ്ചയുമാണ് അവസാനിക്കുക. ഇതിനു മുൻപ് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും വേഗത്തിൽ പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.